നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിമർശനങ്ങൾക്ക് അതീതനാണോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കേന്ദ്രീകരിച്ച് ദേശീയ തലത്തിൽ വരെ ഉയരുന്ന ചർച്ച ഇതാണ്. അരുന്ധതി റോയ് നേരത്തെ തന്നെ ഉയർത്തിയിട്ടുള്ള ചോദ്യം കേരളത്തിൽ വെച്ച് ഉച്ചത്തിൽ ചോദിച്ചതോടെ ചർച്ച രാഷ്ട്രീയം കൂടിയായി. മാപ്പ് പറയണമെന്നും തിരുത്തണമെന്നും കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ എന്തും പറയാനുള്ള അവകാശത്തിന് വേണ്ടി കൂടിയാണ് ഗാന്ധിജി പോരാടിയത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു മറുവിഭാഗം. നിയന്ത്രണ രേഖ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതാണ്. ഗാന്ധിജി വിമർശിക്കപ്പെടുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ഉയർത്തണം. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രമുഖ ചിന്തകൻ ശ്രീ കെ വേണു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം KPMS ജനറൽ സെക്രട്ടറി ബൈജു കലാശാല എന്നിവരാണ്. ഒപ്പം പ്രേക്ഷകരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ കെ വേണു, അരുന്ധതി റോയുടെ പ്രസ്താവന ഗാന്ധിജിയെ അപമാനിക്കുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. കാരണം ഒന്ന്, അരുന്ധതി റോയ്ക്ക് അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്. ഗാന്ധിജി പലരും പല രീതിയിൽ ഇതിനു മുമ്പും വിലയിരുത്തി പോന്നിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെയൊക്കെ പഴയ തീവ്രവാദ കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള കാലഘട്ടത്തിൽ ഞാൻ ഗാന്ധിജി ഒരു തനി ഹിന്ദുത്വവാദിയും ഒരു ഫ്യൂഡലിസ്റ്റുമാണെന്നൊക്കെ വിലയിരുത്തി പോന്നിട്ടുള്ളത്. പക്ഷേ പിൽക്കാലത്ത് ഞാൻ കുറച്ചുകൂടി സ്വതന്ത്രമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. കാരണം ഗാന്ധിജി ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ഗുണകരമായ പലതും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തിലകൻ്റെ നേതൃത്വത്തിൽ ഒരു ഹിന്ദുത്വ പാർട്ടിയായി മാറുമായിരുന്ന കോൺഗ്രസിനെ ഒരു മതേതര അടിസ്ഥാനമുള്ള പാർട്ടിയാക്കി മാറ്റുന്നതിൽ ഗാന്ധിജിയുടെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. 16 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ മതസൗഹാർദ്ദ ദേശീയവാദം എന്നുള്ളൊരാശയമാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അതേസമയം ദളിത് പ്രശ്നത്തിൽ അംബേദ്കറുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഞാൻ പൂർണ്ണമായും അംബേദ്കറുടെ പക്ഷത്താണ്. കാരണം വെച്ചാൽ പൂന കരാറും അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നിരാഹാരമൊക്കെ തന്നെ തെറ്റായൊരു സമീപനത്തിൽ നിന്നായിരുന്നു എന്നുള്ള നിലപാടുള്ളത്. പക്ഷേ അരുന്ധതി റോയ്ക്ക് പറയുന്ന പോലെ ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഹിന്ദുത്വ ഒരു സനാതന ഹിന്ദു ആണ് താനെന്ന് പറയുന്ന അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നുണ്ട് അർത്ഥത്തിൽ. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് താഴെത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. അത് ഗാന്ധിജി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് ബംഗാളിലെ നമ്മുടെ ചാറ്റർജിമാരും അവരൊക്കെ തന്നെയാണ് അത് ചെയ്തത്. പക്ഷെ അതൊന്നും തന്നെ അടിസ്ഥാനപരമായൊരു ജാതി വിരുദ്ധ സമീപനമായി മാറിയുമില്ല, പരിഷ്കരണങ്ങളായി മാറി. മേൽത്തട്ടിൽ നിന്നുള്ള പരിഷ്കരണങ്ങൾ ഗാന്ധിജി ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് മേൽത്തട്ടിൽ നിന്ന് പരിഷ്കരണം നടത്തി. പക്ഷേ നമ്മളിവിടെ അയ്യൻകാളിയും നാരായണഗുരുവൊക്കെ ചെയ്തതുപോലെ അടിത്തട്ടിൽ നിന്നുള്ള പരിഷ്കരണം ഉയർന്നു വന്നിരുന്നില്ല. അത് ഇന്ത്യയിൽ മറ്റൊരിടത്തും കാര്യമായിട്ടൊന്നും വളർന്നു വന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അരുന്ധതി റോയ് അതാണ് പറഞ്ഞത്. ജാതീയതയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മഹാത്മാഗാന്ധി മറ്റൊരു തരത്തിൽ വായിക്കപ്പെടേണ്ട ആവശ്യം ചരിത്രത്തിൽ തന്നെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിന് എന്തിനാണ് പരിഭവം തോന്നേണ്ട ആവശ്യം? കോൺഗ്രസ് ഈ വിഷയത്തിൽ പരിഭവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അരുന്ധതി റോയ്ക്ക് എന്തുകൊണ്ട് ഗാന്ധിജിയെ എതിർക്കുന്നു എന്ന് പറയാൻ അവകാശമുള്ളതുപോലെ തന്നെ എന്തുകൊണ്ട് അരുന്ധതി റോയ് പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2 സന്ദർഭങ്ങളാണ് മഹാത്മാഗാന്ധി വിമർശിക്കാൻ വേണ്ടി അരുന്ധതി റോയ് ഉപയോഗപ്പെടുന്നത്. ഒന്ന്, ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി, അന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്ന സമയത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരെ അവഗണിച്ചിരുന്നു എന്ന തരത്തിലൊരു പരാമർശം നടത്തുന്നുണ്ട്. 1936 ഹൗ ടു ബി ആൻ ഐഡിയൽ ഭാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഒരു നല്ല തോട്ടി പണിക്കാരനാകാം എന്നും പറഞ്ഞുകൊണ്ട് ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നു. ഈ 2 പരാമർശങ്ങളാണ് അരുന്ധതി റോയ് പ്രധാനമായി പറയുന്നത്. കറുത്ത വർഗ്ഗക്കാരെ കുറിച്ച് 1908 മഹാത്മാഗാന്ധി പരാമർശിക്കുന്നത് എന്താണ്? ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ അന്നത്തെ വെള്ളക്കാരുടെ ഗവൺമെന്റിനെതിരായി മഹാത്മാഗാന്ധി പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾ ഏറ്റവും മോശമായി കണക്കാക്കുന്ന കറുത്ത വർഗ്ഗക്കാരനൊപ്പമാണ് ഇന്ന് ഇന്ത്യക്കാരെ നിങ്ങൾ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇന്ത്യക്കാരിൽ ലഭിച്ച അവകാശങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന പരാമർശം മാത്രമാണ് അവിടെയുള്ളത്. അതല്ലാതെ കറുത്ത വർഗ്ഗക്കാരെല്ലാം അധമന്മാരാണെന്ന രീതിയിലുള്ള പരാമർശമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വശം, ഈ 36 എങ്ങനെ ഒരു മാതൃകാ തോട്ടിപ്പണിക്കാരനാകാം എന്ന് ലേഖനമെടുത്ത് തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചൊരു ലേഖനമാണ്. അത് പുറത്തു നിൽക്കുന്ന ഒരു തോട്ടിപ്പണിക്കാരനോട് പറയുന്നതല്ല, സ്വയം തോട്ടി ആയിക്കൊണ്ടാണ്, സ്വയം മലമെടുത്ത് മാറ്റിക്കൊണ്ടാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അത് ജാതീയമായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ അടിച്ചേൽപ്പിക്കുന്ന തൊഴിൽ എന്നതിനെ ഗാന്ധിജി എതിർത്തില്ല എന്നുള്ളതാണ് അരുന്ധതി റോയ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ തൊഴിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ഒരു ബനിയയാണ്. ജന്മം കൊണ്ട് വ്യാപാരിയാവേണ്ട മഹാത്മാഗാന്ധി ചെയ്യേണ്ട തൊഴിലും അതാണല്ലോ. പക്ഷെ ചെയ്തത് അതല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ജന്മം കൊണ്ട് ഒരാളുടെ മേൽ ജാതി അടിച്ചേൽപ്പിക്കുന്നു എന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം നേരെ എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അരുന്ധതി റോയ്ക്ക് ഇന്ത്യയുടെ ദേശീയ പുരുഷന്മാരെ അല്ലെങ്കിൽ ദേശീയ ബിംബങ്ങളെ
തകർക്കുക എന്നത് അരുന്ധതി റോയുടെ ഒരു ശീലമാണ്. ഒന്നുകിൽ അവരത് പബ്ലിസിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു ചില ആശയങ്ങളുണ്ട്. കാരണം അവരുടെ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് അവരെതിരാണ്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ആശയങ്ങൾ, ഇന്ത്യയിലൊരു സായുധ വിപ്ലവം ഉണ്ടായി മാവോയിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിലെത്തണം എന്ന തരത്തിലൊരു ചിന്ത പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളിലുമുണ്ട്. അപ്പോൾ അത്തരമൊരു ഹിഡൻ അജണ്ടയുടെ പേരിൽ ഇന്ത്യ എന്ന മഹത്തായ ആശയം, ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ആ ഒരു മഹത്തായ സങ്കല്പത്തിന് പിന്നിലുള്ള മഹാപുരുഷന്മാരെ മുഴുവൻ ഇല്ലാതാക്കി ഇന്ത്യ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്ന ചില തരത്തിലുള്ള അജണ്ടകൾ അരുന്ധതി റോയുടെ ഉള്ളിലുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചു. ഇത്രയൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അരുന്ധതി റോയ് ഓപ്പണാണ്, വളരെ ഓപ്പണായ ഒരാളാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ അഭിപ്രായം നമുക്ക് വിയോജിക്കാം. ഞാൻ അരുന്ധതി റോയുടെ ചില അഭിപ്രായങ്ങളോട് വിയോജിക്കുന്ന ആളാണ്. നേരത്തെ ലിജു പറഞ്ഞതുപോലെ ഹിംസാത്മകമായ അരുന്ധതി റോയുടെ എല്ലാ നിലപാടുകളെയും വിയോജിക്കുന്ന ആളാണ് ഞാൻ. ഹിംസ കൊണ്ട് ഈ രാജ്യത്ത് ഒന്നും നടക്കില്ല. കെ വേണുവിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്. കാരണം അത് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ആളുകൾ. ഇപ്പോൾ അതിൻ്റെ പുതിയ രൂപങ്ങൾ മാവോയിസ്റ്റ് വരുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോഴും ഗാന്ധി ഏറ്റവും പ്രസക്തമായ ഒരു കാലമാണ്. ഇത് പറയുമ്പോഴും ഗാന്ധിയോടൊപ്പം പ്രസക്തമാണ് മറ്റു പലരും എന്ന തിരിച്ചറിവിൻ്റെ ഒരു കാലം കൂടിയാണിത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൻ്റെ ചരിത്രം ആദ്യം EMS എഴുതിയപ്പോൾ അതിൽ അയ്യങ്കാളിയുടെ പേരുണ്ടായിരുന്നില്ല. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ ഈ അയ്യങ്കാളിയുടെ പേരില്ല. ഈ വിഷയം സംബന്ധിച്ച് EMSനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് വിട്ടുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യം വരേണ്ട പേര് അയ്യങ്കാളിയുടെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കേരളത്തിൽ ആദ്യത്തെ പൊതു വഴി ഉണ്ടാവുന്നത്, പൊതു സ്കൂൾ ഉണ്ടാവുന്നത്, പൊതു ആതുരാലയം ഉണ്ടാവുന്നത്, എല്ലാ പൊതുവും കേരളത്തിൽ സൃഷ്ടിക്കുന്നത് അയ്യങ്കാളിയാണ്. ഒരു സംശയവും വേണ്ട. അതിനുശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ വരുന്നത്. ഇപ്പോൾ അരുന്ധതി റോയ് തന്നെ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നതിന് മുമ്പ്, റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച ആളാണ് കേരളത്തിലെ അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിപ്ലവം EMSനെ പോലെ ഒരു വിപ്ലവാചാര്യന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് EMS വിമർശനം തന്നെയാണ്. അത് യാതൊരു തർക്കമില്ല. ആ വിമർശനം ഉന്നയിക്കാതെ EMSനെ നമുക്ക് വിലയിരുത്താനാവില്ല. പക്ഷെ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ ചില ആളുകൾ, ലിജു അല്ല ഞാൻ പറയുന്നത്, കേസ് കൊടുക്കാനൊക്കെ പോയി എന്ന് കേട്ടപ്പോൾ എനിക്കതിൽ വലിയൊരു തമാശ തോന്നി. കാരണം എന്താ വെച്ചാൽ എന്താ ഒരു കേസ് കൊടുക്കാൻ പോണേ? കടന്നപ്പള്ളിയും കാർത്തികേയനും ഒക്കെ ഞാൻ പറഞ്ഞത് അത് ആരായാലും അതിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇന്ന് ഗാന്ധി ജീവിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ഹരിജൻ എന്ന പത്രത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ള അരുന്ധതി റോയുടെ മുഴുവൻ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ച് അതിന് താഴെ തൻ്റെ കുറിപ്പ് എഴുതുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഗാന്ധിയുടെ ജനാധിപത്യം. രണ്ട്, ഇനി അതും ലിജു അടക്കമുള്ള ആൾ പറയാം, ഗാന്ധിയെ പറ്റി പറയാൻ കോൺഗ്രസ്സുകാർക്ക് എന്താ അവകാശം എന്നുള്ള എൻ്റെ ഒരു ചോദ്യം കൂടി ഉണ്ട്. കോൺഗ്രസിന് വിമർശനം. കാരണം മൻമോഹൻ സിംഗിനെ ഇരുത്തിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഗാന്ധിയെ ഞാൻ ഗാന്ധിയനാണ് എന്ന് മൻമോഹൻ സിംഗ് കൂടി പറയുന്ന ഒരു കാലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരാണ് ഗാന്ധിയൻ എന്ന ചോദ്യമുണ്ട്. മഹാന്മാർ ആദരിക്കപ്പെടേണ്ടവരാണ്. അവരൊരിക്കലും ഈ വിവാദത്തിലൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടവരല്ല. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം, ഇപ്പോൾ ഒരാളെ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ നന്മകളെ തമസ്കരിച്ചെങ്കിൽ മാത്രമേ മഹാത്മാ അയ്യങ്കാളിയുടെ നന്മകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ഈ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അയ്യങ്കാളി പോരാട്ടങ്ങൾ തമസ്കരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ EMSൻ്റെ പിന്നെ ലേഖനം അടക്കമുള്ള പുസ്തകം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയ്യങ്കാളി പോരാട്ടങ്ങൾ തമസ്കരിക്കപ്പെട്ടു, ആ പോരാട്ടങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ ഒരു കാലത്ത് സവർണ ചരിത്രകാരന്മാർ തമസ്കരിച്ച അയ്യങ്കാളി പോരാട്ടങ്ങൾ, അതിൻ്റെ ചൂടും ചൂരുമൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വർത്തമാനകാലത്ത് വരിക. ഇപ്പോൾ KPMSനെ പോലെയുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ പൈതൃകം പേർന്ന പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ, മുമ്പിലേക്ക് കൊണ്ടുവരാൻ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ പിന്നെ 2007 നടന്ന ഇപ്പോൾ സോണിയാഗാന്ധി, അന്നത്തെ UPയുടെ ചെയർപേഴ്സണാണ് സോണിയാഗാന്ധി പങ്കെടുത്ത ആ വലിയൊരു സംഗമം. ഇപ്പോൾ ഏറ്റവും അടുത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ 150ാം ജയന്തി, അതിൻ്റെ ഒരു വർഷം നീണ്ടു നിന്ന ആഘോഷങ്ങളുടെ സമാപ്തി, യുഗസ്മൃതി ആരാധനായ രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തത് മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് ലോകത്തോട് പറഞ്ഞത് ഇന്ത്യയുടെ എന്താണ് രാഷ്ട്രത്തലവനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അത്തരത്തിലാണ് അതിനെ കാണുന്നത്. ശ്രീമതി അരുന്ധതി റോയ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. അയ്യങ്കാളിയെ പോലെ ചരിത്രത്തിൽ ഒരു പരിധിവരെ തമസ്കരിക്കപ്പെട്ട അനവധി നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്കൊന്നും വേണ്ടത്ര രീതിയിൽ അംഗീകാരം കിട്ടുന്നില്ല എന്ന അരുന്ധതി റോയുടെ അഭിപ്രായത്തോട് യോജിപ്പുമാണ്. പക്ഷേ നേരത്തെ ശ്രീ ബൈജു പറഞ്ഞതുപോലെ അയ്യങ്കാളിയെ മഹത്വവൽക്കരിക്കുവാൻ മഹാത്മാഗാന്ധിയെ താഴ്ത്തിക്കെട്ടേണ്ടതില്ല.
അതാണ് നമ്മളുടെ അഭിപ്രായം. അതല്ലാതെ അയ്യങ്കാളി മഹാനാണെന്ന കാര്യത്തിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങളെക്കാൾ വളരെയധികം അദ്ദേഹം ഉയർത്തപ്പെടേണ്ടതുണ്ടെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനവധി ദേശീയ സ്മാരകങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേരിടേണ്ടതുണ്ടെന്നും പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ വീരചരിത്രങ്ങളെക്കുറിച്ചും അവരനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. അരുന്ധതി റോയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം, ഞാൻ ഒരിക്കലും അരുന്ധതി റോയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നോ അവർക്കെതിരെ കേസ് എടുക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് തെറ്റാണ്. കാരണം മഹാത്മാഗാന്ധിയെ വന്ദിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് വിമർശനം രേഖപ്പെടുത്താനും അവകാശമുണ്ട്. കാരണം മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്ന മഹത്തായ ജനാധിപത്യ ആശയത്തിലാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തോട് എനിക്കൊരു തരിമ്പ് പോലും യോജിപ്പില്ലെങ്കിലും നിങ്ങൾക്കത് പറയുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന ആശയമാണ് മഹാത്മാഗാന്ധിക്കുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയെ ഇടിച്ചു താഴ്ത്തേണ്ട, എന്നാൽ നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. പറയാനുള്ള അവകാശം ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം വളരെ പെട്ടെന്ന്. ലിജു സാറ് പറഞ്ഞു തോട്ടിപ്പണി ചെയ്യുന്നതിനും അതിൻ്റെതായ അന്തസ്സുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കുറച്ച് പറഞ്ഞതാണ്. നമുക്കറിയാം ഈ അത്ര നല്ല രീതിയിൽ തോട്ടിപ്പണി ചെയ്യുക എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ആ തോട്ടിപ്പണി ചെയ്യുന്നതിനോട് സർക്കാരും എതിരാണ്. കാര്യം കാലങ്ങൾ പുരോഗമിച്ചെങ്കിലും പണികൾ എല്ലാ തരത്തിലും നല്ല കാര്യമാണ് എന്നാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ അത് ഇപ്പോൾ നമ്മുടെ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് ഇതിനെ എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലെ അരുന്ധതി റോയ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിനോട് ശരി പറഞ്ഞ ഒരു KPMSകാരൻ എന്നൊരു രീതിയിൽ വെച്ച് പറയുമ്പോൾ അരുന്ധതി റോയ് പറഞ്ഞതിനോട് ഒട്ടും തെറ്റ് പറയാൻ പറ്റില്ല. മഹാത്മാഗാന്ധി വിമർശിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഓരോ തലമുറയും പുനർവായന നടത്തട്ടെ. ഇന്ന് ഗാന്ധിയുടെ പ്രസക്തി എന്താണ്? ഗാന്ധി എന്തായിരുന്നു? എല്ലാ ചരിത്ര പുരുഷന്മാരും എല്ലാ ചരിത്ര വിഗ്രഹങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ. അപ്പോഴേ അവർ മാറ്റി തെളിയിച്ച് ചരിത്രത്തിൽ അവശേഷിക്കപ്പെടുകയുള്ളൂ. ഹരിജനോദ്ധാരണം കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധി. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അത് രൂപം നൽകുവാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലപ്പെടുത്തിയത് മഹാനായ BR അംബേദ്കറിനെയാണ്. അപ്പോൾ ഹരിജൻ എന്ന് പേരിട്ടത് ഇന്നിപ്പോൾ അത് പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഹരിജൻ എന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അരുന്ധതി റോയിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം മഹാത്മാവെന്നും നമ്മുടെ രാഷ്ട്രപിതാവെന്നും അംഗീകരിക്കുകയും ആദരിക്കുകയും ഇതുവരെ ചെയ്തു പോകുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു മോശം സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്ക്. ഗാന്ധി ചെയ്തിരിക്കുന്നത് ദേശീയ സ്വാതന്ത്ര്യമാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളി ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിക്ക് മുകളിൽ തന്നെയാണ് അയ്യങ്കാളി. എങ്കിലും മനുഷ്യനായ ഗാന്ധിക്കും തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റുന്ന ഗാന്ധിയെ നമ്മൾ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്ത് ചരിത്രത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കേണ്ടത് ആവശ്യകത തന്നെ. ഇപ്പോൾ നേരത്തെ വേണുസാർ പറഞ്ഞൊരു ആംഗിൾ ഉണ്ട് അവിടെ. മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ ജനതയെ ഈ മറ്റ് ഉപവിഭാഗങ്ങളിലേക്ക് മാറിപ്പോകാതിരിക്കും, അതിൻ്റെ ടാർഗറ്റ് മാറിപ്പോകാതിരിക്കും അദ്ദേഹം ശ്രദ്ധിച്ചു കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഏറ്റവും ജാതി നിർമ്മാണത്തിലേക്ക് മാത്രം കാര്യങ്ങൾ തീർന്നിരുന്നുവെങ്കിൽ വർണ്ണ ഹിന്ദുക്കളും അവർണ ഹിന്ദു സവർണ അവർണ ഒരു പിരിവുണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ അജണ്ടയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി പ്രോഗ്രാം കോൺഗ്രസിന്റെ പാർട്ടി അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ പാർട്ടി പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയായിരുന്നു അയിത്തോച്ചാടനം. ലിജു പറയുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ നിലപാടിനെ എങ്ങനെ അർത്ഥത്തിൽ പൂർണ്ണമായി ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം അംബേദ്കർ നിലപാടും ഗാന്ധി നിലപാടും രണ്ടാണ്. അത് തമ്മിൽ യോജിപ്പിക്കുക പൂർണ്ണമായിട്ട് സാധ്യമല്ല. രണ്ട് സമീപനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അതിനെപ്പോൾ പറഞ്ഞ പോലെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഗാന്ധിജി അതിൻ്റെ പേരിൽ ക്രൂശിക്കേണ്ടതില്ല എന്ന് പറയാമെങ്കിൽ തന്നെയും അംബേദ്കർ നിലപാട് ജാതി നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചുള്ള നിലപാടും അതാണ് ഏറ്റവും ശാസ്ത്രീയമെന്ന് എൻ്റെ അഭിപ്രായമുള്ളത്. അതിൻ്റെ അടുത്ത് എത്തുന്നില്ല ഗാന്ധിയുടെ സമീപനം. വളരെ വ്യത്യസ്തമാണ്. അത് വേറൊന്നുമാണ്. ഇപ്പോൾ അരുന്ധതി റോയ്ക്ക് പറഞ്ഞ പോലെ ജാതിയെ സംരക്ഷിക്കാൻ ഉതകുന്ന ചില ഘടകങ്ങൾ ഗാന്ധിജിയുടെ സമീപനത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ന്യായം കൂടിയാണ്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് ശ്രീമതി അരുന്ധതി റോയ് പറയുന്നത് ഇവിടെ സർവകലാശാലകൾക്ക് ഗാന്ധിയുടെ പേരിട്ടിരിക്കുന്നത് മാറ്റി പകരം പുതിയ പേരുകൾ കൊടുക്കണം. അങ്ങനെയാണോ പേരിടേണ്ടത് എന്നാണ് ഒരു ചോദ്യമാണ്. തീർച്ചയായും അത്തരത്തിലൊരു ധ്വനി അവിടെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ പറയുമ്പോൾ അത്തരത്തിലുള്ള നിന്ദ്യാർഹമാണ് എന്ന് ഗാന്ധിജി അനുകൂലിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം അവർക്കും പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്.
ഇന്ന വസ്തുക്കളുടെ അടിസ്ഥാനം നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ മാപ്പ് പറയണം, കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ മാപ്പ് പറയണം അല്ലെങ്കിൽ ഇത് അപലപനീയമാണെന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് അവരെ പിടിച്ച് ക്രൂശിക്കൂ എന്ന് പറയുന്ന ആ സമീപനത്തിലാണ് ഇനി എൻ്റെ വിയോജിപ്പ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയ്ക്ക് പേര് വരേണ്ടത് അയ്യങ്കാളിയുടെയാണെന്ന് ഇന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം കേരള ചരിത്രത്തിൽ ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തികൾ ഒന്നാമത്തെ ആൾ, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം, അത് അയ്യങ്കാളി തന്നെയാണ്. ഗാന്ധിജിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇഫക്റ്റ് ഉണ്ടായത് അയ്യങ്കാളിക്ക് തന്നെയാണ്. നമ്മളതെല്ലാം നിഷേധിക്കേണ്ട. പക്ഷേ ഇപ്പോൾ അന്ന് ചെയ്ത് ശരിയാണെന്നുള്ള ആ ചോദ്യമല്ല ഇപ്പോൾ. ഇത് എന്തിനാ അരുന്ധതി റോയ് ഉന്നയിച്ചത്? ഒരു നിന്ദയുടെ പ്രശ്നം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഗ്രഹം ഇങ്ങനെയാണോ ഈ വിഗ്രഹം ഇരിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. എന്തേ അയ്യങ്കാളിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാതിരുന്ന കേരളത്തിൽ? എന്തേ ശ്രീനാരായണ ഗുരുവിന് യൂണിവേഴ്സിറ്റി ഇല്ലാതിരുന്ന കേരളത്തിൽ? അല്ല, രാഷ്ട്രപിതാവ് അല്ലല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രപിതാവാണോ എന്നുള്ളതല്ല, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോ നമ്മുടെ പാഠപുസ്തകത്തിൽ എത്ര പാഠങ്ങളുണ്ട് അയ്യങ്കാളിയെ കുറിച്ച്? പൊയ്കയിലെ അപ്പച്ചനെ കുറിച്ച് നമ്മുടെ ഇവിടെ പാഠപുസ്തകമാണ് ഞാൻ എൻ്റെ അറിവാണെങ്കിൽ ഒരു പാഠപുസ്തകത്തിൽ ഒരു ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത് പൊയ്കയിലെ അപ്പച്ചൻ. വൈകുണ്ഠസ്വാമിയെ പറ്റി നമുക്ക് എത്ര പേർക്ക് അറിയാൻ ഇരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീനാരായണ ഗുരു കുറെ കൂടി അറിയപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടു. കാരണം അവർക്കൊരു സംഘടിത പ്രസ്ഥാനവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ KPMS ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പോരാ. യഥാർത്ഥത്തിൽ അയ്യങ്കാളിയെ അത്തരത്തിൽ കേരളത്തിന്റെ ഏത് മണ്ഡലത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന ചോദ്യം കൊണ്ടുവരാൻ ഒരു മൂവ്മെന്റ് പോലും കേരളത്തിൽ ഉണ്ടായില്ല എന്ന വിമർശനമുള്ള ഒരാളാണ് KPMSനോട് റെക്കമെൻഡ്. അരുന്ധതി റോയിയുടെ ഈ പരാമർശത്തെ ഇങ്ങനൊരു ചർച്ചാ വിഷയമാകേണ്ടി വന്ന സാഹചര്യം തന്നെ ജനാധിപത്യത്തിന്റെ അഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പാലസ്തീൻ ഇസ്രായേൽ വിഷയം പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കുകയും അതിന്റെ പേരിൽ യുവാക്കളെ തെളിവിറക്കുകയും ചെയ്യുന്നവർക്ക് ഇതിന്റെ പേരിൽ ആത്മരോഷം ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു. ഗാന്ധിജി എങ്ങനെ വിമർശിക്കരുതെന്നാണ് താങ്കൾ പറയുന്നത്? വിമർശിക്കുന്നതിൽ തെറ്റില്ല, വിമർശിക്കാം. പക്ഷെ അവരുടെയൊക്കെ ആ നിസ്സംഗഭാവം വളരെ മോശമാകുന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്തരം വിമർശനത്തിൽ നിസ്സംഗത തോന്നുന്നത് മനസ്സിലാക്കണം. കാരണം വിമർശിക്കാനുള്ള അധികാരം അതിനുവേണ്ടിയാണ് മഹാത്മാഗാന്ധി പോരാടിയത്. മനസ്സിലാക്കണം. അരുന്ധതി റോയിയെ പോലെ ഒരാൾ വിമർശിച്ചത് കൊണ്ട് തകർന്നു പോകുന്നതാണ് ഗാന്ധിയെങ്കിൽ ഗാന്ധി തകർന്നു പോകട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ തകർന്നു പോകുന്ന ഒന്നല്ല ഗാന്ധി. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ജീവിച്ചിരുന്നപ്പോഴാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത്. ജീവിച്ചിരുന്നപ്പോൾ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന് കരുതപ്പെട്ടുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപകീർത്തിപ്പെടുത്തി, വ്യാജ കഥകൾ പറഞ്ഞ്, തെറ്റായ സന്ദേശം നൽകി, കുപ്രചരണം നൽകി തകർക്കാൻ ശ്രമിച്ച ആളാണ്. പക്ഷെ ഇന്നും ലോകം ഏറ്റവും മഹാന്മാരിൽ മഹാനായി ഗാന്ധിയെ ഉയർത്തിവെക്കുന്നതും ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കാരണം മഹാത്മാഗാന്ധിയിലുള്ള സത്യമാണ്. അരുന്ധതി റോയ് വിമർശിച്ചത് കൊണ്ടൊന്നും ഗാന്ധി തകർന്നു പോകില്ല. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വാളും പരിചയമായി രംഗത്തിറങ്ങണമെന്ന് പറയുന്നത് ഗാന്ധിയെ മനസ്സിലാക്കാതെ തെറ്റായ ഗാന്ധിയെ ഉള്ളിന്റെ ഉള്ളിൽ വെറുക്കുന്നവർ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ അത്രയും വ്യക്തമാണ്. അത് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കുള്ള ഉമ്മൻചാണ്ടി വിമർശിച്ച പ്രകടനത്തിൽ മനസ്സിലായി. ആ ഒരു ധാർമ്മിക രോഷം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് എന്ത് വോട്ട് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് പ്രശ്നം. പലപ്പോഴും ഇവര് പ്രതീക്ഷിക്കുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചൊരു പരാമർശം ഉണ്ടായാൽ തന്നെ തെരുവിലിറങ്ങി. അതായത് ഈ ഫണ്ടമെന്റലിസ്റ്റുകളുടെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. നിങ്ങൾക്കാണ് അസഹിഷ്ണുതയുള്ളത്, ഞങ്ങളുടെ അസഹിഷ്ണുതയല്ല. സുരേഷ് ഗോപിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി. വ്യക്തിപരമായി ഞാൻ കരുതുന്നത് സുരേഷ് ഗോപിക്ക് അർഹിക്കുന്ന അവജ്ഞ കൊടുക്കണമെന്നാണ്. മഹാത്മാഗാന്ധി ലോകം ആദരിക്കുന്ന ഒരു മഹാനാണ്. ഇന്ത്യ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലോകത്തിൻ്റെ സംസ്കാരങ്ങളും വിമർശനങ്ങളും എൻ്റെ ജീവിതത്തിനൊരു അലയടിക്കട്ടെ എന്ന് പറഞ്ഞൊരു മഹാനായ പുണ്യചരിതനാണ്. വിമർശിക്കാൻ അവകാശമുണ്ട്. അവസാനമായി ശ്രീ കെ വേണു, അതിൽ ഏറ്റവും പ്രസക്തമാകുന്ന ഒരു കാര്യവും അതാണ്, താരതമ്യ പഠനത്തിനപ്പുറം അല്ലെങ്കിൽ ഗാന്ധിജി എന്തായിരുന്നു എന്ന് ചരിത്രം വീണ്ടും വീണ്ടും ചികഞ്ഞു പറയുന്നതിനപ്പുറം ഒരാൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം ഇപ്പോൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ ഈ അരുന്ധതി റോയുടെ പ്രതികരണത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ നിന്ന് ഏറ്റവും ശക്തമായി ഉയർന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് മറ്റൊരു മലയാളി കൂടി പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യവും അരുന്ധതി റോയുടെ നിലപാടും ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം തീർച്ചയായിട്ടും കുറേ വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും പല മേഖലകളിലും സമൂഹത്തിൻ്റെ മൊത്തം നിലയിലൊക്കെ തന്നെ ഒരുതരം ഫ്യൂഡൽ മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വളരെ പഴയ അതിനെക്കുറിച്ചും കുടുംബവാഴ്ച അങ്ങനെ പലതിനെക്കുറിച്ചുള്ള ഒരുതരം എന്താ പറയുക രാജഭക്തി കാണിക്കുന്ന സമീപനം
ജനാധിപത്യവൽക്കരിക്കാത്തൊരു സമൂഹമായി നമ്മളിപ്പോഴും നിൽക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതേസമയം തന്നെ ജനാധിപത്യ അവകാശങ്ങൾ കുറേയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥയുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതല്ലെങ്കിൽ പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അരുന്ധതി റോയുടെ ഈ അഭിപ്രായം വന്നു, അതെല്ലാവരും അതേപടി തന്നെ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം വന്നു, ആളുകൾ വിമർശിക്കുന്നു, അതപ്പോഴേക്കും വാളെടുക്കുന്നതും ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിഷയത്തിൻ്റെ ചർച്ച ഈ തലത്തിലല്ല പോകേണ്ടത്. ജാതി പ്രശ്നം എന്നുള്ള കാതലായ വിഷയങ്ങളോട് ഉന്നയിക്കപ്പെട്ടത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെ കാര്യമായി പഠിക്കേണ്ട, ഒട്ടും പഠിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ്. ഡോക്ടർ അംബേദ്കറുടെ നിലപാടുകൾക്കൊന്നും ഇവരുടെ ഒന്നും രാഷ്ട്രീയ പ്രയോഗത്തിൽ വന്നിട്ടേ ഇല്ല. കോൺഗ്രസ്സിന് ഇപ്പോൾ സമഗ്രമായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സമന്വയത്തിൻ്റെതായ ഒരു ശൈലി മാത്രമേ കോൺഗ്രസിന് സ്വീകരിക്കാൻ സാധ്യമാവുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിപ്ലവാത്മക സായുധ സമരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറ്റമുണ്ടാക്കുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമല്ല. മനസ്സുകളുടെ പരിവർത്തനം ഉണ്ടാകുന്ന സമന്വയത്തിൻ്റെ ശൈലിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. പക്ഷേ പലപ്പോഴും അതിനെ ഒരു ദൗർബല്യമാക്കി കണക്കാക്കി കോൺഗ്രസിൻ്റെ ആ ഒരു ഐക്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള നിലപാടിൻ്റെ ദൗർബല്യത്തെ മുതലെടുത്ത് അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ അവിടെ OBC-കളുടെ പാർട്ടി ഉണ്ടായി, യാദവ് പാർട്ടിയായി മുലായം സിംഗ് യാദവ് വന്നു. ദളിത് പ്രത്യയശാസ്ത്രം മാത്രം പറഞ്ഞുകൊണ്ട് മായാവതി വന്നു. അതിതീവ്രമായ ഹൈന്ദവ പ്രത്യയശാസ്ത്രം പറഞ്ഞുകൊണ്ട് BJP വന്നു. അപ്പം സ്വാഭാവികമായും അവിടെ കാഷ്വാലിറ്റി ആയത് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചത് കോൺഗ്രസ് ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ നിലപാടുകൾ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്തുള്ള ഒരു സമന്വയത്തിൻ്റെ സമീപനമല്ല സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഒരു ഭരണകൂടം ചെയ്യേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമാണ് ലിജുവുമായി എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം. കാരണം ഇവിടെ 2500 വർഷങ്ങളായി സമൂഹത്തിലെ എല്ലാ അധികാരങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ കേരളം, ഒറ്റ ഉദാഹരണം, കേരളം വളരെ മുമ്പോട്ട് പോയ സ്ഥലമാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ പൊതുവെ പറയുക. കേരളത്തിലെ 11-12% വരുന്ന ദളിത് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പേര് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ആ വിഭാഗം SC പട്ടികജാതി വിഭാഗത്തിൽ അവരുടെ കേരളത്തിലെ ഓരോ മേഖലയിലെയും പങ്ക് എത്ര ശതമാനമുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, എത്ര കോളേജുണ്ട്, എത്ര സ്കൂളുണ്ട്, എത്ര ആശുപത്രി ഉണ്ട്, എത്ര പേര് ഗൾഫിൽ പോയിട്ടുണ്ട്, അതിൻ്റെ ശതമാനം നമ്മളൊന്ന് പരിശോധിച്ചാൽ, എത്ര കടയുണ്ട്, ഇതിൻ്റെ ശതമാനം ഒന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോഴും ഇത്രയും പുരോഗമിച്ചു എന്ന് നമ്മളൊക്കെ പറയുന്ന കേരളത്തിൽ പോലും അവരുടെ പങ്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട പൊതു ഇടങ്ങളിലെ പൊതു സമ്പത്തിൻ്റെ പൊതു സ്ഥാനങ്ങളുടെ അവകാശം ഇന്നും നേടാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ സംഘർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സംഘർഷം കൂടുതൽ ശക്തമാകുന്ന ഒരു കാലം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ് കൂടുതൽ ഇത് ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഗാന്ധിക്കെതിരെയാവാം, അല്ലെങ്കിൽ നാളെ മറ്റു പലർക്കെതിരെയാവാം. കാരണം ആ ചോദ്യം ഉന്നയിക്കാതെ ഇവർക്ക് കടന്നു വരാൻ കഴിയില്ല. ഈ മഹാന്മാരെയും ഈ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെയും പങ്കിട്ടെടുക്കരുത്, അതാണ് പ്രധാന പ്രശ്നം. ഇപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ മാത്രമാണോ അഭിപ്രായം പറയേണ്ടത്? മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് KPMCക്കാർ മാത്രമാണോ അഭിപ്രായം പറയേണ്ടത്? ഒരിക്കലും അല്ല. മഹാത്മാ അയ്യങ്കാളി കേരളത്തിന്റെ അല്ലെ രാജ്യത്തിന്റെ പൊതു സ്വത്താണ്. ശ്രീനാരായണ ഗുരുദേവനായാലും അത് തന്നെ, ഇപ്പം ഈ വൈകുണ്ഠസ്വാമി ആയാലും പണ്ഡിറ്റ് കറുപ്പനായാലും കുമാരനാശനായാലും ഇവരൊക്കെ ഇവരൊക്കെ കേരളത്തിന്റെ പൊതു സ്വത്താണ്. അപ്പൊ അതുകൊണ്ടാണ് KPMC അക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കും. ഞങ്ങളുടെ നേതാവ് ശ്രീ പുന്നർ ശ്രീമാൻ പലപ്പോഴും പറയാറ് തീവ്രമായ ഞങ്ങൾ അതാണിപ്പോൾ ഇദ്ദേഹത്തിന് KPMCന്റെ നിലപാടുകളെ സംബന്ധിച്ച് അയഞ്ഞ നിലപാടാണെന്ന് സംശയം തോന്നി. ഞങ്ങൾ തീവ്രമായി ചിന്തിക്കുന്നില്ല. അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ കുറിച്ച് പൊതുസമൂഹം പറയണം. ഞങ്ങൾ പറയുമ്പോഴല്ല അയ്യങ്കാളി മഹാനാകും. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഗാന്ധിയൻ ദർശനങ്ങളെ കുറിച്ച് പറയുമ്പോഴല്ല, രാജ്യം അത് ഏറ്റു പറയുമ്പോഴാണ് ആ ദർശനങ്ങൾ മഹത്തരമാകും. അതുകൊണ്ട് അതിന് വളരെ പോസിറ്റീവായ ഒരു ആംഗിൾ തന്നെ KPMCനെ പോലുള്ള ഒരു സംഘടന നോക്കിക്കാണുന്നുള്ളൂ. ഇത്തരം ചർച്ചകൾ ഉണ്ടാകണം തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ രാജ്യത്തുണ്ട്. അതിനെ കനിക്കുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഭൂഷണമാണ്. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, അരുന്ധതി റോയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും തമ്മിൽ ഇങ്ങനെ നമ്മളൊരു ഒന്ന് താരതമ്യ പഠനമല്ല നമ്മൾ നടത്തുന്നത്. അത് രണ്ടും വ്യത്യസ്തമായ മേഖല, വ്യത്യസ്തമായ ചിന്താഗതിക്കാർ, അവരുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സന്ദർശിച്ച മഹാനാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് അയ്യങ്കാളി പോരാട്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാതിരുന്ന ആളായിരുന്നില്ല മഹാത്മജി. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള മഹാന്മാരെയും നവോത്ഥാന നായകന്മാരെയും പൊതു സ്വത്തായി കാണുകയും അല്ലാതെ അവരെ പങ്കിട്ടെടുക്കുന്ന ഒരു സമീപനം അവസാനിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നമ്മുടെ ചർച്ചയിൽ നിന്ന് ഉയർന്ന 2
രണ്ട് വാചകങ്ങൾ കൊണ്ട് തന്നെ ഈ ചർച്ച സംഗ്രഹിക്കാം എന്ന് തോന്നുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാൻ യോഗ്യതയുള്ള ചരിത്ര നേതാവ് കൂടുതൽ ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ അതിജീവിക്കുന്ന ആളുകൾ തന്നെയാണ് മഹത്തായ ചരിത്ര നേതാക്കന്മാർ എന്ന് രാജ്യവും ചരിത്രവും തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും ചെയ്യും. ഗാന്ധിജിയെ വിമർശിക്കാമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതാണെങ്കിൽ അവിടെയും അവസാനിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ അരുന്ധതി റോയ് ഇത്തവണ കേരളത്തിന് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്, രാജ്യത്തിന് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ ജാതീയതയിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗുരുതരമായ സാമൂഹ്യ അനാചാരങ്ങൾ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ ഉയർത്തുന്നതും അഭിസംബോധന ചെയ്യുന്നതുമായ പ്രശ്നങ്ങൾ കൂടിയാണ്. കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലല്ല, അതിന് ഉത്തരമുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിക്കാനാണ് ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കേണ്ടത് എന്ന പൊതു അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.